ലോക ചരിത്രത്തിൽ ഇത്രയധികം ഉപരോധങ്ങൾ നേരിട്ട ഇറാനെ പോലെ മറ്റൊരു രാജ്യം കാണില്ല. എന്നാൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി അമേരിക്കയും സഖ്യകക്ഷികളും ഏർപ്പെടുത്തിയ സാമ്പത്തിക വിലക്കുകൾ ഇറാനെ തളർത്തുകയല്ല, മറിച്ച് സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. വിദേശത്തു നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ കഴിയാതെ വന്നതോടെ സ്വന്തം മണ്ണിൽ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യ ഇന്ന് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നു. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ അസമമായ യുദ്ധമുറ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്ന് ഇറാൻ ലോകത്തിന് കാട്ടിക്കൊടുത്തു. പതിറ്റാണ്ടുകളായി അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾക്കിടയിലും ഇറാൻ എന്ന പശ്ചിമേഷ്യൻ രാജ്യം വളർത്തിയെടുത്ത സൈനിക കരുത്ത് ലോകത്തെ ഞെട്ടിക്കുന്നതാണ്. ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഇറാൻ ഒരു അനുഗ്രഹമായി മാറി. സ്വന്തം മണ്ണിൽ അവർ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യ ഇന്ന് അമേരിക്കൻ യുദ്ധതന്ത്രങ്ങളെ പോലും തിരുത്തിയെഴുതാൻ പ്രേരിപ്പിക്കുന്നു. ആധുനിക യുദ്ധക്കളം ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ യുദ്ധവിമാനങ്ങളോ അത്യാധുനിക പടക്കപ്പലുകളോ അല്ല, മറിച്ച് വലിപ്പം കുറഞ്ഞ ഡ്രോണുകളും നിഗൂഢമായ മിസൈൽ താവളങ്ങളുമാണ് ഇന്ന് ലോകശക്തികളെ പോലും ഭയപ്പെടുത്തുന്നത്. ഇറാന്റെ സൈനിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവ് അവരുടെ ഡ്രോൺ പ്രോഗ്രാമാണ്. വൻതുക ചിലവാക്കി യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനേക്കാൾ ഫലപ്രദമായി ഡ്രോണുകൾ ഉപയോഗിക്കാമെന്ന് അവർ തെളിയിച്ചു. ഇറാന്റെ ആയുധ ശേഖരത്തിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന പേരാണ് ഷാഹേദ് 136. ഇതൊരു ആത്മഹത്യാ ഡ്രോൺ ആണ്. ലക്ഷ്യസ്ഥാനത്തെത്തിയാൽ ഇത് സ്വയം പൊട്ടിത്തെറിക്കുന്നു. 2500 കിലോമീറ്റർ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഇതിന് കേവലം $20,000, അതായത് 17 ലക്ഷം രൂപ മാത്രമാണ് നിർമ്മാണ ചെലവ്. ഒരു സാധാരണ കാറിന്റെ വിലയിൽ ഇത്രയും മാരകമായ ഒരു ആയുധം നിർമ്മിക്കുന്നു എന്നത് അമേരിക്കൻ പ്രതിരോധ വിദഗ്ധരെ പോലും ഞെട്ടിച്ചിട്ടുണ്ട്. ഇറാന്റെ ഡ്രോണുകൾ അപകടകാരികളാകുന്നത് അവയുടെ വിലക്കുറവ് കൊണ്ട് തന്നെയാണ്. ഒരു അമേരിക്കൻ പാട്രിയറ്റ് മിസൈൽ ഉപയോഗിച്ച് ഒരു ഡ്രോണിനെ വെടിവെച്ചിടാൻ ദശലക്ഷക്കണക്കിന് ഡോളർ ചിലവാകും. എന്നാൽ ഒരു ഡ്രോൺ നിർമ്മിക്കാൻ ഇറാന് വേണ്ടത് വെറും $20,000 താഴെ മാത്രമാണ്. ഒരേ സമയം 100 കണക്കിന് ഡ്രോണുകൾ ഒരുമിച്ച് അയക്കുന്ന ഡ്രോൺ സ്വാം എന്ന രീതിയാണ് ഇറാൻ പിന്തുടരുന്നത്. ഒരു ശത്രു രാജ്യത്തിന്റെ അത്യാധുനിക റഡാർ സംവിധാനങ്ങൾക്ക് 10-20 ഡ്രോണുകളെ വെടിവെച്ചിടാം. എന്നാൽ വൻതോതിലെത്തുമ്പോൾ പ്രതിരോധ സംവിധാനം ആശയക്കുഴപ്പത്തിലാവുകയും പരാജയപ്പെടുകയും ചെയ്യുന്നു. കോടികൾ വിലയുള്ള പാട്രിയറ്റ് മിസൈലുകൾ ഉപയോഗിച്ച് കുറഞ്ഞ വിലയുള്ള ഡ്രോണുകളെ നേരിടുന്നത് ശത്രു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ പോലും തകർക്കാൻ പ്രാപ്തമാണ്. ഇത് ശത്രു രാജ്യത്തിന്റെ റഡാർ സംവിധാനങ്ങളെയും വ്യോമ പ്രതിരോധത്തെയും ഒരേപോലെ ആശയക്കുഴപ്പത്തിലാക്കുകയും തകർക്കുകയും ചെയ്യുന്നു. ഷാഹേദ് 136ന്റെ ചിറകുകളുടെ അറ്റത്ത് ചെറിയ എഞ്ചിനുകളുണ്ട്. പുഷ്പം വിരിയുന്നത് പോലെ വിടരുന്ന ചിറകുള്ളതിനാൽ ഇതിനെ ഡെൽറ്റ വിങ് എന്ന് വിളിക്കുന്നു. ഇത് ശത്രുവിന്റെ റഡാർ സിഗ്നലുകളെ വഴിതിരിച്ചുവിടാൻ സഹായിക്കുന്നു. മൊഹാജർ 6 200 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഇതിന് 4 ലേസർ ഗൈഡഡ് മിസൈലുകൾ വഹിക്കാൻ കഴിയും. രാത്രിയിലും വ്യക്തമായ ദൃശ്യങ്ങൾ നൽകുന്ന ഇൻഫ്രാറെഡ് ക്യാമറകൾ ഇതിന്റെ പ്രത്യേകതയാണ്. കമാൻഡ് 22 ഇത് ഇറാന്റെ ഏറ്റവും വലിയ ഡ്രോണുകളിൽ ഒന്നാണ്. 3000 കിലോമീറ്റർ റേഞ്ച് ഇതിനുണ്ട്. അതായത് ഇറാനിലിരുന്ന് യൂറോപ്പിന്റെ ചില ഭാഗങ്ങൾ വരെ ആക്രമിക്കാൻ ഇതിന് സാധിക്കും. ഇതിന് 300 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ വഹിക്കാനുള്ള ശേഷിയുമുണ്ട്. അമേരിക്കയുടെ പ്രശസ്തമായ റീപ്പർ ഡ്രോണുകളോട് കിടപിടിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇവയിൽ പലതും ഉപയോഗിക്കുന്നത്. യുദ്ധവിമാനങ്ങൾ അയക്കാൻ മടിക്കുന്ന അതീവ സുരക്ഷാ മേഖലകളിൽ പോലും ഡ്രോണുകൾ ഉപയോഗിച്ച് ആധിപത്യം സ്ഥാപിക്കാൻ ഇറാന് സാധിക്കുന്നു. വരാനിരിക്കുന്ന ഒരു ഇറാൻ അമേരിക്കൻ യുദ്ധത്തിൽ സൈബർ യുദ്ധത്തോടൊപ്പം തന്നെ ഏറ്റവും നിർണായകമാവുക ഈ ഡ്രോണുകളുടെ പോരാട്ടമായിരിക്കും. ഇറാന്റെ മിസൈൽ സിറ്റികൾ ലോകത്തിലെ ഏറ്റവും നിഗൂഢവും എന്നാൽ ഭീതിജനകവുമായ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നാണ്. ഉപഗ്രഹങ്ങൾക്കോ അത്യാധുനിക ചാരവിമാനങ്ങൾക്കോ കണ്ടെത്താൻ കഴിയാത്ത വിധം ഭൂമിക്കടിയിൽ 100 കണക്കിന് അടി താഴ്ചയിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ഇറാനിലെ കുന്നുകൾക്കും മലനിരകൾക്കും താഴെ കിലോമീറ്ററുകളോളം നീളുന്ന ടണലുകളിലാണ് ഈ മിസൈൽ നഗരങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച അതീവ സുരക്ഷയുള്ള ഈ ടണലുകളിൽ ഒരേ സമയം ആയിരക്കണക്കിന് മിസൈലുകൾ സൂക്ഷിക്കാൻ സാധിക്കും. യുദ്ധമുണ്ടായാൽ മിനിറ്റുകൾക്കുള്ളിൽ ഇവ പുറത്തെടുത്ത് തൊടുക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഇതിന്റെ ഘടന. ഇറാൻ അടുത്തിടെ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം മണ്ണിൽ നിന്ന് നേരിട്ട് മിസൈലുകൾ വിക്ഷേപിക്കുന്ന രീതിയാണിത്. ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചിരിക്കുന്ന മിസൈലുകൾ ഒരു ബട്ടൺ അമർത്തിയാൽ മണ്ണ് പിളർന്ന് പുറത്തു വരികയും ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുകയും ചെയ്യും. ഇത് ശത്രു രാജ്യങ്ങൾക്ക് ബോംബിട്ട് നശിപ്പിക്കാൻ കഴിയില്ല എന്ന വലിയ ഗുണവുമുണ്ട്. ഇറാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 5 വലിയ മിസൈൽ നഗരങ്ങൾ ഉണ്ടെന്നാണ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്.
എന്നാൽ രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നത് രാജ്യത്തുടനീളം ഇത്തരത്തിലുള്ള നൂറുകണക്കിന് ചെറിയ കേന്ദ്രങ്ങൾ ഉണ്ടെന്നാണ്. പേർഷ്യൻ ഗൾഫ് തീരങ്ങളിലും പർവ്വത മേഖലകളിലുമാണ് ഇവ അധികവും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഏറ്റവും വലിയ ബോംബാക്രമണം ഉണ്ടായാലും ഭൂമിക്കടിയിലുള്ള മിസൈലുകൾ സുരക്ഷിതമായിരിക്കും. ഒരു യുദ്ധമുണ്ടായാൽ തിരിച്ചടി നൽകാൻ ഈ മിസൈലുകൾ ഇറാനെ സഹായിക്കും. ഇറാന്റെ സൈനിക ശക്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് കേവലം ഡ്രോണുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ മിസൈൽ ശേഖരം കൈവശമുള്ള രാജ്യമാണ് ഇറാൻ. ഇറാന്റെ ഏറ്റവും വലിയ ശക്തി അവരുടെ ദീർഘദൂര മിസൈലുകളാണ്. ശത്രു രാജ്യങ്ങൾക്ക് മുകളിലേക്ക് കൃത്യമായി പതിക്കാൻ ശേഷിയുള്ള ആയിരക്കണക്കിന് ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ ഇറാന്റെ പക്കലുണ്ട്. സെജിൽ 2000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള മിസൈൽ. ഇത് ഇസ്രായേലിനെയും യൂറോപ്പിനെയും ചില ഭാഗങ്ങളെയും ലക്ഷ്യം വെക്കാൻ ശേഷിയുള്ളതാണ്. ഖൊറാം ഷെഹർ വലിയ അളവിൽ സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ കഴിയുന്നതും പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിക്കാൻ ശേഷിയുള്ളതുമായ മിസൈൽ. ഹൈപ്പർസോണിക് മിസൈൽ, ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഫത്താഹ് പോലുള്ള മിസൈലുകൾ ഇറാന്റെ പക്കലുണ്ട്. ഇവയെ തടയാൻ നിലവിലെ ലോകത്തിലെ ഒരു പ്രതിരോധ സംവിധാനത്തിനും കഴിയില്ല. ഇറാന്റെ ഔദ്യോഗിക സൈന്യത്തിന് പുറമെ പ്രവർത്തിക്കുന്ന അതീവ കരുത്തുറ്റ ഒരു വിഭാഗമാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ഖുദ് ഫോഴ്സ്. ഇറാന് പുറത്തുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ഇവരാണ്. ലെബനൻ, സിറിയ, ഇറാഖ്, യമൻ തുടങ്ങിയ രാജ്യങ്ങളിലെ സായുധ ഗ്രൂപ്പുകളെ ഇവർ പരിശീലിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു. ഇത് അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. കൂടാതെ നാവിക യുദ്ധത്തിൽ വലിയ യുദ്ധക്കപ്പലുകൾക്ക് പകരം ഇറാൻ ഉപയോഗിക്കുന്നത് വേഗതയേറിയ ചെറിയ ബോട്ടുകളാണ്. അമേരിക്കയുടെ ഭീമൻ വിമാനവാഹിനി കപ്പലുകളെ നൂറുകണക്കിന് ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ച് വളയുന്ന രീതിയാണ് ഇറാൻ പിന്തുടരുന്നത്. മിസൈലുകളും ടോർപിഡോകളും ഘടിപ്പിച്ച ഈ ബോട്ടുകൾ ഒരേ സമയം ആക്രമണം നടത്തിയാൽ വലിയ കപ്പലുകൾക്ക് അത് പ്രതിരോധിക്കുക അസാധ്യമാണ്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ 20% കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന്റെ കൈകളിലാണ്. നിമിഷങ്ങൾക്കുള്ളിൽ ഈ പാത അടച്ചുപൂട്ടാൻ അവരുടെ നാവിക കരുത്തിന് സാധിക്കും. ഇത് ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർക്കാൻ ശേഷിയുള്ള ഒരു നീക്കമാണ്. ആധുനിക യുദ്ധം വെടിയുണ്ടകളാൽ മാത്രം ഒതുങ്ങുന്നില്ല. ലോകത്തിലെ ഏറ്റവും മികച്ച സൈബർ സേനകളിലൊന്ന് ഇറാന്റേതാണ്. ശത്രു രാജ്യങ്ങളുടെ സർക്കാർ സംവിധാനങ്ങൾ, ബാങ്കുകൾ, ഊർജ്ജ നിലയങ്ങൾ എന്നിവ ഹാക്ക് ചെയ്ത് നിശ്ചലമാക്കാൻ അവർക്ക് പ്രത്യേക വിഭാഗമുണ്ട്. സ്റ്റക്സ്നെറ്റ് പോലെയുള്ള സൈബർ ആക്രമണങ്ങളെ അതിജീവിച്ചാണ് ഇറാൻ ഈ മേഖലയിൽ കരുത്തു നേടിയത്. ആധുനിക യുദ്ധക്കളത്തിൽ ഇറാൻ ഒരു വിസ്മയമാണ്. അത്യാധുനിക ആയുധങ്ങൾക്കപ്പുറം ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെയും കുറഞ്ഞ ചിലവിലുള്ള സാങ്കേതിക വിദ്യകളിലൂടെയും ഒരു രാജ്യം എങ്ങനെ വൻ ശക്തികളെ പ്രതിരോധിക്കാമെന്ന് അവർ കാണിച്ചു തരുന്നു. ഭൂമിക്കടിയിലെ മിസൈൽ നഗരങ്ങളും ആകാശത്തെ നിശബ്ദ ഡ്രോണുകളും കടലിലെ വേഗമേറിയ ബോട്ടുകളും ചേർന്ന് ഇറാനെ ഒരു അപ്രേദ്യമായ പ്രതിരോധ കോട്ടയാക്കി മാറ്റിയിരിക്കുന്നു. വരാനിരിക്കുന്ന ഏതൊരു ലോക മഹായുദ്ധത്തിലും ഇറാന്റെ ഈ കരുത്ത് ലോകഗതിയെ തന്നെ മാറ്റിമറിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.